മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇങ്ങനെ ഇലക്ഷൻ കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് എന്താണ്? UDF 99, LDF 38, NDA 3, അങ്ങനെ ഇലക്ഷൻ കൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത് UDF ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 20 ദിവസങ്ങൾക്ക് മുമ്പ് സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും ഇങ്ങനെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത് വരാൻ പോകുന്ന ഗവൺമെന്റ് എന്തൊക്കെയാണ് 20 ലക്ഷത്തിലധികം വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, എന്താണ് നമ്മുടെ ആവശ്യം, അത് നിങ്ങൾ അറിയിക്കാം. അതായിരുന്നു ആ യൂട്യൂബ് വീഡിയോയുടെ ഉള്ളടക്കം, ആ ഷോർട്സിന്റെ ഉള്ളടക്കം. അതിനകത്ത് ഒരുപാട് കമന്റ്സ് വന്നു. നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്താണ് വേണ്ടത്, അങ്ങനെ ഒത്തിരി കമന്റ്സ് വന്നു. അപ്പൊ അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാനൊന്ന് സംസാരിക്കുകയാണ്. എന്താണ് 20 ലക്ഷത്തിലധികം വരുന്ന നമുക്ക് ഒരു ഗവൺമെന്റ് ചെയ്തു തരേണ്ടത്? ഓരോന്നായിട്ട് നമുക്കൊന്ന് പറയാം. ഒന്ന്, വേക്കൻസി ഒരിക്കലും കുറയ്ക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ LDC നോക്കിയാണ് വേക്കൻസി കുറവാണ്. അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ നോക്കിയാണ് വേക്കൻസി കുറവാണ്. ഇനി അത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കിയാണ് ഓരോ വർഷം കഴിയുന്നതോറും വേക്കൻസി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. CPO നോക്കിയാണ് വേക്കൻസി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഇത്രയും കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ വേക്കൻസികൾ കൃത്യമായിട്ട് എൻഷുർ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് ജോലി കൊടുക്കേണ്ടത്, അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കടമയാണ്. അത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് പിൻവാതിൽ നിയമനം പ്രോത്സാഹിപ്പിക്കരുത്, ഒരിക്കലും അതിനെ അംഗീകരിക്കരുത്. അപ്പോൾ ഏതൊക്കെ വേക്കൻസി വരുന്നുണ്ടോ അതെല്ലാം തന്നെ PSCക്ക് വിടുക, അതെല്ലാം തന്നെ PSCയിലൂടെ മാത്രം നിയമനം നടത്തുക. അപ്പോൾ ഒരുപാട് വേക്കൻസി അവിടെ സൃഷ്ടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ മൂന്നാമത്തെ കാര്യം, ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ എത്ര വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് എൻഷുർ ചെയ്യാൻ ശ്രമിക്കുക. അത് SSCയിലും RRB ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വിടുമ്പോൾ തന്നെ അതിനകത്ത് എത്ര വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അത് പോസിബിൾ ആണ്. ഉദാഹരണം പറഞ്ഞാൽ അടുത്ത വർഷം ആരൊക്കെയാണ് പെൻഷൻ ആകാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? അറിയാൻ പറ്റും. അതിന്റെ അടുത്ത വർഷം ആരൊക്കെയാണ് പെൻഷൻ ആവുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? അറിയാൻ പറ്റും. അപ്പോൾ ശ്രമിച്ചാൽ കൃത്യമായിട്ടും PSCക്കും അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ചെയ്യാം. അതിനുശേഷം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷന്റെ കാലാവധിയാണ്. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 2026 LDCയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാൻ പോവുകയാണ്. 2027 അതിന്റെ പരീക്ഷ നടക്കുന്നു. 2028 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന് 2031 വരെ കാലാവധിയുണ്ട്. അതായത് ഒരു എക്സാമിന്റെ പ്രോസസ്സ് PSCയിൽ വരുന്നത് 5 വർഷം കൊണ്ടാണ് PSC എക്സാമിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത് ശരിയാണോ? ഒരിക്കലുമല്ല. ബാക്കിയുള്ള എക്സാംസ് എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇവിടെ 5 വർഷമാണ് ഒരു നോട്ടിഫിക്കേഷൻ എടുക്കുന്ന പ്രോസസ്സ്. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അതൊന്ന് റീതിങ്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അതിനുശേഷം പിൻവാതിൽ നിയമനം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. ഇനി അത് കഴിഞ്ഞ് വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള എക്സാമാണ്. വിവിധ ഘട്ടങ്ങളിലായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം മെനഞ്ഞാന്ന് നടന്നു. അതിന്റെ ഫസ്റ്റ് ഫേസ് നടന്നു. നല്ല പാടുള്ള ഒരു എക്സാമാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കുന്നത്. May 16 അതിന്റെ സെക്കൻഡ് ഫേസ് നടക്കുന്നു. June 6 അതിന്റെ തേർഡ് ഫേസ് നടക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് പാടാണെന്ന് സങ്കല്പിച്ചു. സെക്കൻഡ് ഫേസ് ചിലപ്പോൾ എളുപ്പമായിരിക്കും. തേർഡ് ഫേസ് ചിലപ്പോൾ മോഡറേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്ത് അവരൊരു തുല്യത ഒഴിവാക്കിയല്ലേ ചെയ്യുന്നത്? യെസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം നോർമലൈസേഷൻ കൊണ്ടുവരുന്നല്ലോ. പക്ഷേ ഈ നോർമലൈസേഷനൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്, അത് സുതാര്യമായിട്ടാണോ നടക്കുന്നത്? അപ്പോൾ അതിലൊക്കെ ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിവതും ഒരു ഘട്ടമായിട്ട് തന്നെ നടത്തുക. ഇനി വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നതെങ്കിലും അതിനകത്ത് ഒരേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഒരു എക്സാം ഹാളിൽ പോകുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് വയ്ക്കാൻ ശ്രമിക്കാം. അതൊരു വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല. കാര്യം മെനഞ്ഞാന്ന് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അറിയാം, അവർക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സമയം എത്രയെന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു ബെല്ല് മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു ക്ലോക്ക് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ 200 രൂപയ്ക്ക് മാത്രം താഴെ ചിലവ് വരുന്ന ഒരു കാര്യമാണ്. PSC വളരെ ഭീമമായ തുകയാണ് ഓരോ സ്കൂളുകൾക്കും ഒരു വർഷം കൊടുക്കുന്നത് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ടും. അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് വെക്കേണ്ടത് ആ സ്കൂളിന്റെ തന്നെ കടമയാണ്. അല്ലെങ്കിൽ PSC ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവരിക, ഒരു ക്ലോക്ക് ഉള്ള ക്ലാസ്സിൽ മാത്രമേ എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്കൂൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വെച്ചോളും. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത് വരാൻ പോകുന്ന ഒരു ഗവൺമെന്റിനോടെങ്കിലും ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇന്ന് ഒരു കുട്ടി ഒരുപാട് കാലം പ്രിപ്പയർ ചെയ്താണ് ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എക്സാമിനെ ക്രാക്ക് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റിൽ വരുന്നു. എന്നിട്ട് അടുത്തവനെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യിപ്പിക്കേണ്ട ഒരവസ്ഥ ഒരു ഗവൺമെന്റ് കൊണ്ടുവരരുത്. അതൊരു കുട്ടിയുടെ നിസ്സഹായതയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് വന്ന നിർദ്ദേശങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വരാൻ പോകുന്ന 5 വർഷം ഒരുപാട് നിയമനങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഇനിയുള്ള ഏത് ഗവൺമെന്റ് വന്നോ ആയിക്കോട്ടെ, ഇപ്പോൾ LDF വരാം, UDF വരാം, ആരോ വന്നിട്ട് കുഴപ്പമില്ല. പക്ഷെ അടുത്ത് വരാൻ പോകുന്ന 5 വർഷം കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സൂപ്പർ നോട്ട്സിനെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എപ്പോഴും നമ്മൾ നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. വരാൻ പോകുന്ന വർഷങ്ങളിൽ സർവീസിലേക്ക് കയറിക്കോ. ഓൾ ദി ബെസ്റ്റ്.